ഏതോ കോര പാടത്തേക്ക് അങ്ങോട്ട് ചെല്ലുക. കൊയ്ത്ത് കഴിഞ്ഞു എന്ന് നോക്കി വരിക. കേളപ്പാ, എന്നെ കാണാൻ വന്നിരിക്കുന്നവരോട് വൈകുന്നേരം മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നിങ്ങോട്ട് പറയാ കേട്ടോ. ആ പിന്നെ നമ്മുടെ കിഴക്കേ ഭാഗത്ത് താമസിക്കുന്ന മാധവനുണ്ടല്ലോ, അവൻ്റെ കുടിയിൽ നിന്ന് ഇങ്ങോട്ട് തീയിട്ടേരെ. ബാക്കി കാര്യം നോമായിക്കോളും. ആ എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവളൊന്നും അവിടെ അങ്ങനെ താമസിക്കണ്ട. അത്ര തന്നെ. ആ എല്ലാ ഓർമ്മകളും മനസ്സിൻ്റെ സ്ക്രീനിലൂടെ ഇങ്ങനെ മിന്നി പറയണു. നാലുകെട്ടും നടുമുറ്റവും 100 കണക്കിന് ഏക്കർ കൃഷിഭൂമി, 500ഓളം ആടുമാടുകൾ, 50-ൽ പരം സ്ഥിരം പണിക്കാർ, സ്വർണ്ണത്തിൽ തീർത്ത കിലോ കണക്കിന് ആടയാഭരണങ്ങൾ, മറ്റാർക്കും ഇല്ലാതിരുന്ന പ്രതാപം, അന്തസ്, എല്ലാം എല്ലാം ഒരു സ്വപ്നം പോലെ അങ്ങോട്ട് കടന്നു പോയിരിക്കണം. ഇപ്പഴീ ഒറ്റമുറി വീട്ടിൽ ഏകനായി ഓർമ്മകളായവർക്ക് പട്ടിണിക്കാരനായി ജീവിതം ഇങ്ങനെ തള്ളി നിൽക്കുക. ഏതൊരാൾക്കും ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടല്ലോ. അതോർത്തിപ്പോൾ അങ്ങ് ആശ്വസിക്കുകയാണ്. അല്ലാതെ ഈ കളവൻ എന്ത് ചെയ്യാൻ കഴിയും? കേമായിരിക്കണോ? എല്ലാരും വന്നിട്ടുണ്ടല്ലോ. നളിനി, സുഭദ്രേ, സാവിത്രി, രാഗിണി ഉണ്ടല്ലോ. അനുരാഗിണി. ഓ, നോം സ്ഥലകാല ബോധം ഇല്ലാണ്ട് അങ്ങനെ എന്തൊക്കെയോ പാടിപ്പോയി. ഉത്സവമൊക്കെ ബഹു കേമായിരിക്കണോ അല്ലേ? ശിവ ശിവ. ഓ എടോ, തന്നെടാ എടോ, അവിടെ ഇരിക്കുക. നോ ഈശ്വരനെ വിളിച്ചതാ. ശിവ ശിവ, എന്തോ ഒരു ഉഷ്ണം. എല്ലാവരും വരിക. ആ കിഴക്കേ ഭാഗം ആളൊഴിഞ്ഞ സ്ഥല. ചുമ്മാ വെടി പറഞ്ഞിരിക്ക. എന്താ വെടിക്കെട്ട് തുടങ്ങുന്നതിന് മുമ്പ് ചുമ്മാ ഒരു സാമ്പിള് വെടിക്കെട്ട്. എന്താ കുഴപ്പമുണ്ടോ? നോം ഒരു രസികനാണെന്ന് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. രസികൻ എന്ന് വെച്ചാ രസം ഉണ്ടാക്കണയാൾ എന്നർത്ഥം. അത്രേ ഉള്ളൂ. നിങ്ങൾ 4 പേരും എത്രയോ പ്രാവശ്യം എൻ്റെ രസം അനുഭവിച്ചിരിക്കണു അല്ലേ? ആനന്ദം, സുഖം, ഇതൊക്കെയല്ലേ സുഭദ്ര മനുഷ്യന് വേണ്ടത് അല്ലേ? നോം എങ്ങനെയാ സ്വയം സുഖിക്കാനും നിങ്ങളെയൊക്കെ സുഖിപ്പിക്കാനും കിട്ടുന്ന ഒരവസരവും പാഴാക്കാറില്ല. അതാ ഈ വിഷ്ണു നമ്പൂതിരി. ഞാൻ അങ്ങനെയാ.